നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. PSC 2026 ഏറ്റവും റീസെന്റ് ആയിട്ട് നടത്തിയ LGS ലെവൽ പരീക്ഷയുടെ ക്വസ്റ്റ്യൻസ്, അനുബന്ധ വിവരങ്ങളുടെ ഡിസ്കഷൻ ആണ്. ഡീറ്റെയിൽ ആയിട്ട് ഓരോ ക്വസ്റ്റ്യൻസും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ക്ലാസ്സിലേക്ക് പോയാലോ? ആദ്യത്തെ ചോദ്യം, 2025 ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആരാണ്? ആർ വെങ്കട്ടരമണിയാണ് 2025 ഇന്ത്യയുടെ അറ്റോർണി ജനറൽ. ഓപ്ഷൻ എ. അപ്പൊ അറ്റോർണി ജനറൽ മുതിർന്ന സുപ്രീം കോടതി അഭിഭാഷകനായ ആർ വെങ്കട്ടരമണി 2022 ഒക്ടോബറിലാണ് ആദ്യമായിട്ട് ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആയിട്ട് നിയമിതനാകുന്നത്. ഇദ്ദേഹത്തിന്റെ കാലാവധി 2025 പൂർത്തിയാകേണ്ടതായിരുന്നു. എന്നാൽ കേന്ദ്ര സർക്കാർ ഇദ്ദേഹത്തെ 2 വർഷത്തേക്ക് കൂടി ആ ഒരു പദവിയിൽ നിയമിച്ചു. ഇനി അറ്റോർണി ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 76 ആണ്. അപ്പൊ ആർട്ടിക്കിൾ 76 എന്താ സൂചിപ്പിക്കുന്നത്? രാഷ്ട്രപതിയാണ് അറ്റോർണി ജനറലിനെ നിയമിക്കുന്നത് എന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 76. ഇപ്പൊ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന നിയമ ഉദ്യോഗസ്ഥൻ, ഹയസ്റ്റ് ലോ ഓഫീസർ ഇൻ ഇന്ത്യ ആരാണ്? അറ്റോർണി ജനറൽ ആണ്. കേന്ദ്ര സർക്കാരിന്റെ മുഖ്യ നിയമ ഉപദേശകനും സുപ്രീം കോടതിയിൽ സർക്കാരിനെ പ്രതിനിധീകരിക്കുന്നതും ആര് തന്നെയാണ്? അറ്റോർണി ജനറൽ ആണ്. പാർലമെന്റിലെ ഇരുസഭകളിലും, അതായത് രാജ്യസഭയിലും ലോക്സഭയിലും പങ്കെടുക്കാനും സംസാരിക്കാനും ഇദ്ദേഹത്തിന് അധികാരമുണ്ട്. എന്നാൽ വോട്ട് ചെയ്യാൻ അധികാരം ഇല്ല എന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാ? ആർട്ടിക്കിൾ 88 ആണ്. ആർട്ടിക്കിൾ 88 ഓർത്തോണം. പാർലമെന്റിലെ 2 സഭകളിലും പങ്കെടുക്കാനും സംസാരിക്കാനും ഇദ്ദേഹത്തിന് അധികാരമുണ്ട്, എന്നാൽ വോട്ട് ചെയ്യാനുള്ള അധികാരം ഇല്ല. ഇന്ത്യയുടെ ആദ്യത്തെ അറ്റോർണി ജനറൽ ആരായിരുന്നു? MC സെതൽവാദ്. MC സെതൽവാദ് ആയിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ അറ്റോർണി ജനറൽ. കൂടാതെ ഏറ്റവും കൂടുതൽ കാലം അറ്റോർണി ജനറൽ പദവിയിലിരുന്ന വ്യക്തിമാർ തന്നെയാണ് MC സെതൽവാദ് ആണ്. ഇനി ആർ വെങ്കട്ടരമണിക്ക് മുൻപ് ഈ ഒരു പദവി വഹിച്ചിരുന്നത് ഒരു മലയാളി ആയിരുന്നു. ആരായിരുന്നു അദ്ദേഹം? KK വേണുഗോപാൽ. KK വേണുഗോപാൽ ആയിരുന്നു അറ്റോർണി ജനറൽ ആർ വെങ്കട്ടരമണിക്ക് മുൻപ്. നമ്മുടെ LDCയുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ LDCയുടെ 1ാമത്തെ ബാച്ച് സക്സസ്ഫുള്ളി റണ്ണിംഗ് ആണ്, 2ാമത്തെ ബാച്ച് സക്സസ്ഫുള്ളി റണ്ണിംഗ് ആണ്. അപ്പൊ അതിലൊന്നും ചിലർക്ക് കയറാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ബാച്ച് സ്റ്റാർട്ട് ചെയ്തത് അറിയാതെ പോയ കുറെ ഉദ്യോഗാർത്ഥികൾ ഉണ്ടായിരുന്നു. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഇതാ നമ്മള് പുതിയ ബാച്ച് നിരന്തരം വന്ന് ചോദിക്കുക, മീൻസ് പുതിയ ബാച്ച് എന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെ വന്ന് ചോദിക്കുകയാണ്. അപ്പൊ നമ്മൾ അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എല്ലാ ബാച്ചിലെയും പോലെ ലിമിറ്റഡ് സീറ്റ് തന്നെ ഉള്ളൂ. അപ്പൊ ഞാൻ സർക്കാർ ജോലി നേടിയെടുത്ത വഴികൾ, ആ വഴികളിലൂടെയാണ് നിങ്ങളെയും നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ 100% ജോലി ഉറപ്പിച്ചിട്ട് കയറി വന്നോളൂ, പഠിക്കാൻ റെഡി ആയിട്ട് വന്നോളൂ. പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. നമുക്ക് ഈ വർഷം വരാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ ആണ് LDC എന്നറിയാലോ. 3 വർഷത്തിൽ ഒരിക്കൽ വരുന്ന സുവർണ അവസരമാണ് LDCയും LGSഉം. LGSന്റെ പുതിയ ബാച്ച് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അതിന്റെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഇങ്ങനെ ഫിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ക്ലാസ് ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ, ഒരു തുടക്കം എന്നോളം ഒന്ന് തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പൊ അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. LDCയുടെ പുതിയ ബാച്ചിന്റെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഫീസ് അടയ്ക്കാം. LDCയുടെ ആയാലും LGSന്റെ ആയാലും ബാച്ചിലെ ക്ലാസ്സുകളുടെ നോട്ട് എല്ലാം നിങ്ങൾക്ക് പ്രിന്റ് എടുക്കാൻ പറ്റും കേട്ടോ. ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുക്കാൻ പറ്റുന്ന PDF നോട്ട് ഉൾപ്പെടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്റെ ഗൈഡൻസോട് കൂടിയ ബാച്ചാണ്. ഫുൾ സിലബസ് കവറേജ് ആണ്. കറണ്ട് അഫയേഴ്സും സ്പെഷ്യൽ ടോപ്പിക്സും ഇംഗ്ലീഷും മലയാളവും ITയും GKയും മാത്സും എല്ലാം, അതുപോലെ പഴയ CRT, പുതിയ CRT, NCERT ക്ലാസ്സസ് എല്ലാം ഉൾപ്പെടുന്ന പാക്കേജ് ആണ്. ഫസ്റ്റ് കമന്റിൽ ലിങ്ക് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യാം, ആൻഡ്രോയിഡ് ഫോണിലും യൂസ് ചെയ്യാം, അതുപോലെ iPhoneലും യൂസ് ചെയ്യാം. ഫസ്റ്റ് കമന്റ് ചെക്ക് ചെയ്തേക്കുക. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ടെക്നിക്കൽ ടീമിന്റെ വാട്സ്ആപ്പ് നമ്പറും കൂടി ഞാൻ ഫസ്റ്റ് കമന്റ് കൊടുത്തേക്കാം. അപ്പൊ അവർക്ക് വാട്സ്ആപ്പിൽ മെസ്സേജ് അയച്ചാൽ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, ഇനി കേന്ദ്രത്തില് അറ്റോർണി ജനറലിന് ഉള്ള അതേ പദവി സംസ്ഥാനങ്ങളിൽ ആർക്കാണുള്ളത്? അഡ്വക്കേറ്റ് ജനറലിനാണ് ഉള്ളത് എന്ന് ഓർക്കുക. അഡ്വക്കേറ്റ് ജനറൽ ഫോർ സ്റ്റേറ്റ്സ്, അറ്റോർണി ജനറൽ ഫോർ സെൻട്രൽ. ഓക്കെ, അപ്പൊ കേന്ദ്രത്തിൽ അറ്റോർണി ജനറലിനുള്ള അതേ പദവി സംസ്ഥാനങ്ങളിൽ അഡ്വക്കേറ്റ് ജനറലിനാണ് എന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ കൂടി നിങ്ങൾ ഓർത്തിരിക്കുക. 165 165 165 സെറ്റ് അല്ലേ? അടുത്ത ചോദ്യം നോക്കാം.
2025 ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേറ്റത് ആരാണ്? ജ്ഞാനേഷ് കുമാർ ആണ്. ഓപ്ഷൻ എ. ഒരുപാട് വാർത്താ പ്രാധാന്യം അല്ലെങ്കിൽ വാർത്തകളിൽ നിറഞ്ഞു നിന്ന വ്യക്തി കൂടിയാണ് ജ്ഞാനേഷ് കുമാർ. ഓപ്ഷൻ എ ആണ് ഉത്തരം. 2025 ഫെബ്രുവരി മാസമാണ് ഇദ്ദേഹം ഇന്ത്യയുടെ 26ാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിട്ട് ചുമതലയേറ്റത്. 2023 നിലവിൽ വന്ന പുതിയ നിയമപ്രകാരം നിയമിതനായ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ കൂടിയാണ് ആര്? ജ്ഞാനേഷ് കുമാർ. ജ്ഞാനേഷ് കുമാർ 1988 ബാച്ച് കേരള കേഡർ IAS ഉദ്യോഗസ്ഥനാണെന്ന് കൂടി ഓർക്കുക. ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ എത്ര മുതൽ എത്ര വരെ? 324 മുതൽ 329 വരെ. ഭാഗം എത്രയാണ്? 15. ഭാഗം 15. ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന ഭാഗം എത്രയാണ്? 15. ആർട്ടിക്കിൾ 324 മുതൽ 329 വരെയാണ്. നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ മൂന്നംഗ സമിതിയാണ്. ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും 2 ഇലക്ഷൻ കമ്മീഷണേഴ്സും ആണ് ഉള്ളത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ കാലാവധി എത്രയാണ്? 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. ഏതാണോ ആദ്യം വരുന്നത് അതായിരിക്കും. ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? സുകുമാർ സെൻ ആണ്. ആദ്യത്തെ വനിതാ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? VS രമാദേവി. ഇനി ജ്ഞാനേഷ് കുമാറിന് തൊട്ട് മുൻപേ ആരായിരുന്നു? രാജീവ് കുമാർ ആയിരുന്നു ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്നുകൂടി ഓർക്കുക. അപ്പൊ ആർട്ടിക്കിൾ 76 രാജ്യത്തെ ഏറ്റവും വലിയ നിയമ ഉദ്യോഗസ്ഥൻ അറ്റോർണി ജനറൽ. ആർട്ടിക്കിൾ 324 രാജ്യത്തെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് നടത്തുന്ന സമിതി ഇലക്ഷൻ കമ്മീഷണർ. ഈ 2 നിയമനങ്ങളും നടത്തുന്നത് ആര് തന്നെയാണ്? രാഷ്ട്രപതിയാണെന്ന് ഓർക്കുക. രാഷ്ട്രപതി. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇന്ത്യൻ ഭരണഘടന സമത്വ അവകാശം ഉറപ്പുവരുത്തുന്നതിന് 18ാം വകുപ്പ് പ്രകാരം നിർത്തലാക്കിയത് എന്താണ്? ബഹുമതികളാണ്. അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്. ഓർക്കുക, ഇന്ത്യൻ ഭരണഘടന സമത്വ അവകാശം ഉറപ്പുവരുത്തുന്നതിന് ആർട്ടിക്കിൾ 18 പ്രകാരം ബഹുമതികൾ നിർത്തലാക്കി. അതായത് ബ്രിട്ടീഷ് ഭരണകാലത്തെ രാജാവ്, റാവു ബഹദൂർ, സർ, നൈറ്റ്വുഡ് തുടങ്ങിയ വലിയ പദവികളും ബഹുമതികളും ഒക്കെ നൽകി സമൂഹത്തിൽ ഒരു വലിയ തട്ടില് ആളുകളെ സൃഷ്ടിച്ചിരുന്നു. സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം, അതായത് സ്വാതന്ത്ര്യാനന്തരം എല്ലാവരും തുല്യരാണെന്ന് ഉറപ്പാക്കാൻ വേണ്ടി ആർട്ടിക്കിൾ 18 പ്രകാരം ഇത്തരം പദവികൾ സ്വീകരിക്കുന്നത് ഭരണഘടന നിരോധിച്ചു. അപ്പൊ ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ എന്താണ് പ്രതിപാദിക്കുന്നത്? സമത്വത്തിനുള്ള അവകാശമാണ്. മൗലിക അവകാശങ്ങളുടെ ഭാഗമായിട്ട് വരുന്നു റൈറ്റ് ടു ഇക്വാലിറ്റി. ആർട്ടിക്കിൾ 18ന്റെ പ്രത്യേകത എന്താ? സൈനിക പദവികളും വിദ്യാഭ്യാസ പദവികളും ഒഴികെയുള്ള മറ്റു ബഹുമതികൾ ഉപയോഗിക്കാൻ പാടില്ല. അതായത് ഉദാഹരണം പറഞ്ഞ ഡോക്ടറേറ്റ് പദവി അല്ലെങ്കിൽ സൈനിക റാങ്ക്, മേജർ, കേണൽ എന്നിവ പേരിനൊപ്പം ഉപയോഗിക്കാം. പക്ഷെ മറ്റു പദവികൾ, സർ പദവി അങ്ങനെയൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അടുത്ത ഓപ്ഷൻ ബി, അയിത്തം നിർത്തലാക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ ഏതാണ്? 17 എപ്പോഴും ചോദിക്കാറുണ്ട്. ഇനി ഓപ്ഷൻ എ, സതി. 1829 പ്രഭു വില്യം ബെന്റിക് ആണ് സതി നിരോധന നിയമം കൊണ്ടുവന്നത്. ഇതിനായി വലിയ രീതിയിൽ പ്രവർത്തിച്ച നവോത്ഥാന നായകൻ ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. അടുത്ത ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ ലക്ഷ്യപ്രമേയം ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യയുടെ ഭരണഘടന എങ്ങനെയുള്ളതായിരിക്കണം, അതിന്റെ അടിസ്ഥാന മൂല്യങ്ങൾ എന്തൊക്കെയായിരിക്കണം എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ജവഹർലാൽ നെഹ്റു ആണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. ഈ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം അഥവാ പ്രിയാമ്പിൾ ആയിട്ട് മാറിയത്. അപ്പൊ 1946 ഡിസംബർ മാസം 9 പ്രത്യേകത എന്താ? ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളനം നടന്നത് 1946 ഡിസംബർ മാസം 9 ഇത് താൽക്കാലിക പ്രസിഡന്റായി തെരഞ്ഞെടുത്തത് ആരെയാണ്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഇനി ഡിസംബർ മാസം 11 സഭയുടെ സ്ഥിരം പ്രസിഡന്റ് ആയിട്ട് ആര് തെരഞ്ഞെടുക്കപ്പെട്ടത്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഡിസംബർ മാസം 13, സെയിം വർഷം തന്നെയാണ്, ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു സഭയിലെ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു. ജനുവരി മാസം 22 ഭരണഘടന നിർമ്മാണ സഭ ഐക്യകണ്ഠേന ലക്ഷ്യപ്രമേയം അംഗീകരിക്കുകയും ചെയ്തു. അപ്പൊ ഈ 4 തീയതികളൊന്ന് ഓർത്തിരിക്കുക.
ഇനി ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ പ്രത്യേകത എന്താ? ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ. കൂടാതെ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നതും ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ്. സർദാർ വല്ലഭായ് പട്ടേൽ ഭരണഘടനാ നിർമ്മാണ സഭയിലെ മൗലിക അവകാശങ്ങൾക്കും ന്യൂനപക്ഷങ്ങൾക്കും വേണ്ടിയുള്ള ഉപദേശക സമിതി അഥവാ അഡ്വൈസറി കമ്മിറ്റിയുടെ സ്പെല്ലിംഗ് എന്താ? COMMITTEE. കമ്മിറ്റിയുടെ സ്പെല്ലിംഗ് ചോദിക്കാറുണ്ട് സ്പെല്ലിംഗ് ടെസ്റ്റില്, സ്പെൽ ചെക്കില്, സ്പെല്ലിംഗ് ടെസ്റ്റില് PSC ഇംഗ്ലീഷ് വിഭാഗത്തിൽ ചോദിക്കാറുണ്ട്. കമ്മിറ്റിയുടെ സ്പെല്ലിംഗ് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ സെറ്റ് അല്ലേ? മനസ്സിലായല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ എന്ന വ്യവസ്ഥ ഏത് ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടതാണ്? മൗലിക അവകാശങ്ങൾ US ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. അപ്പൊ അമേരിക്കൻ ഭരണഘടനയിലെ ബിൽ ഓഫ് റൈറ്റ്സ് എന്ന വ്യവസ്ഥയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വ്യക്തികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും ജനാധിപത്യം ഉറപ്പുവരുത്താനും എന്ത് സഹായിക്കുന്നുണ്ട്? മൗലിക അവകാശങ്ങൾ സഹായിക്കുന്നു. മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന ഭാഗം 3 വകുപ്പുകളോ 12 മുതൽ 35 വരെയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ഈ പാർട്ട് 3 ആണ്. പാർട്ട് 3. ഭരണഘടന നിലവിൽ വരുമ്പോൾ എത്ര മൗലികാവകാശങ്ങൾ ഉണ്ടായിരുന്നു? 7 മൗലികാവകാശങ്ങൾ. നിലവിൽ എത്ര എണ്ണമുണ്ട്? 6 മൗലികാവകാശം. ഒഴിവാക്കപ്പെട്ട മൗലികാവകാശം ഏതാണ്? റൈറ്റ് ടു പ്രോപ്പർട്ടി, സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം. എന്നാണ് ഒഴിവാക്കിയത്? 1978 44-ാം ഭരണഘടനാ ഭേദഗതി വഴിയാണ് സ്വത്തിനുള്ള അവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയത്. ഇതിപ്പോൾ ആർട്ടിക്കിൾ 300A പ്രകാരം ഒരു നിയമാവകാശം അഥവാ ലീഗൽ റൈറ്റ് ആണ്. ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും എന്തൊക്കെ ആശയങ്ങൾ കടമെടുത്തു? പാർലമെന്ററി ഭരണരീതി, സിംഗിൾ സിറ്റിസൺഷിപ്പ്, സ്പീക്കർ പദവി, നിയമവാഴ്ച, റൂൾ ഓഫ് ലോ ഒക്കെ ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. ഫ്രഞ്ച് ഭരണഘടനയിൽ നിന്നാണ് ആമുഖത്തിലെ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി എന്നീ ആശയങ്ങൾ, അതുപോലെ റിപ്പബ്ലിക്, ഈ ആശയമൊക്കെ ഫ്രഞ്ച് ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ് DPSP, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അഥവാ നിർദ്ദേശക തത്വങ്ങൾ, രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് രീതിയൊക്കെ ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ ഏതു വകുപ്പിലാണ് മൗലിക കടമകൾ എന്ന വ്യവസ്ഥ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 51A. 51A. അതായത് പൗരന്മാർ രാജ്യത്തോട് കാണിക്കേണ്ട പ്രധാനപ്പെട്ട കടമകളാണ് ഏത്? മൗലിക കടമകൾ. അപ്പൊ ഭരണഘടന നിർമ്മിച്ചിരിക്കുന്ന സമയത്ത് ഇതുണ്ടായിരുന്നോ? ഇല്ല. പിന്നീട് ഭേദഗതിയിലൂടെയാണ് 51A ആയിട്ട് ഇത് കൂട്ടിച്ചേർത്തിരിക്കുന്നത്. മൗലിക കടമകളുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭാഗം ഏതാണ്? ഭാഗം 4A. ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 51A. ഏത് രാജ്യത്തു നിന്നും കടമെടുത്തു? സോവിയറ്റ് യൂണിയൻ അഥവാ USSR അല്ലെങ്കിൽ റഷ്യയിൽ നിന്നും കടമെടുത്തു. മൗലിക കടമകൾ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? സ്വരൺ സിംഗ് കമ്മിറ്റിയാണ് ശുപാർശ ചെയ്തത്. ഏത് ഭേദഗതി പ്രകാരം? 1976 42-ാം ഭരണഘടനാ ഭേദഗതി. 4ഉം 2ഉം കൂടെ കൂട്ടി 6 കിട്ടുമല്ലോ. അപ്പോ 1976 42-ാം ഭരണഘടനാ ഭേദഗതി, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി വഴിയാണ് മൗലിക കടമകൾ കൂട്ടിച്ചേർത്തത്. 1976 10 മൗലിക കടമകളാണ് കൂട്ടിച്ചേർത്തത് എന്ന് ഓർക്കുക. നിലവിൽ എത്ര മൗലിക കടമകളുണ്ട്? 11 മൗലിക കടമകളുണ്ട്. ഈ 11ാമത് മൗലിക കടമ എന്തുവാ? 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവസരം മാതാപിതാക്കൾ ഉറപ്പാക്കണം എന്ന കടമയാണ് 11ാമതായിട്ട് കൂട്ടിച്ചേർത്തത്. ഇത് കൂട്ടിച്ചേർത്തത് എന്നാണ്? 2002 86-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ. 2002 86-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് കൂട്ടിച്ചേർത്തത്. ഓക്കെ, ഇനി ആർട്ടിക്കിൾ 32 എന്താ? മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള അവകാശം, അതായത് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആണ് ആർട്ടിക്കിൾ 32-ൽ പ്രതിപാദിക്കുന്നത്. ഇതിനെ ഡോക്ടർ BR അംബേദ്കർ ആർട്ടിക്കിൾ 32-നെ എന്തെന്നാ വിളിച്ചത്? ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്നാണ് വിശേഷിപ്പിച്ചത്. കൂടാതെ മറ്റൊരു പ്രത്യേകതയും കൂടെ ഉണ്ടല്ലോ, റിട്ട്. സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് ഈ ഒരു ആർട്ടിക്കിൾ വഴിയാണ്. ഓക്കെ,
ഇനി 300A നേരത്തെ പറഞ്ഞു, മുമ്പ് മൗലികാവകാശമായിരുന്ന സ്വത്തിനുള്ള അവകാശം ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിയമപരമായ വകുപ്പിലാണ്. അത് 300A പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ 19 എന്താ? പൗരന്മാരുടെ 6 പ്രധാന സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച്, അതായത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. പ്രസംഗിക്കാനുള്ള അവകാശം, സംഘടന രൂപീകരിക്കാനുള്ള അവകാശം ഒക്കെ ഇതിലാ വരുന്നത്? 19 വരുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം നോക്കാം. അധികാര വിഭജനം നടത്തിയിട്ടുള്ള യൂണിയൻ, സംസ്ഥാന, കൺകറന്റ് ലിസ്റ്റുകൾ ഭരണഘടനയുടെ ഏത് പട്ടികയിൽ ഉൾപ്പെടുത്തി? ലിസ്റ്റ്, തിരിച്ചിട്ട 7 കിട്ടുന്നത്. അപ്പൊ 7ാം പട്ടികയാണ് ഉത്തരം. അപ്പൊ കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റുകൾക്കും നിയമം നിർമ്മിക്കാനുള്ള അധികാരങ്ങളെ 3ആയി തരംതിരിച്ചു നൽകിയിരിക്കുന്നു. അപ്പൊ ഭരണഘടനയുടെ 7ാം പട്ടികയിലാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കൂടുതൽ ശക്തമാക്കുകയും ചെയ്യുന്നു. അപ്പൊ ലിസ്റ്റുകൾ ഏതൊക്കെയാണ്? യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റിൽ നിയമം നിർമ്മിക്കുന്നത് കേന്ദ്ര സർക്കാർ അഥവാ പാർലമെന്റ് ആണ്. സ്റ്റേറ്റ് ലിസ്റ്റിൽ സംസ്ഥാന സർക്കാർ അഥവാ നിയമസഭയാണ് നിയമങ്ങൾ നിർമ്മിക്കുന്നത്. കൺകറന്റ് ലിസ്റ്റില് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും നിയമം നിർമ്മിക്കാനുള്ള അധികാരം ഉണ്ട്. ഇനി എത്ര വിഷയങ്ങളുണ്ട്? യൂണിയൻ ലിസ്റ്റിൽ നിലവിലെ വിഷയങ്ങൾ 100 ആദ്യം 97. സ്റ്റേറ്റ് ലിസ്റ്റിൽ നിലവിൽ 61, ആദ്യം 66. കൺകറന്റ് ലിസ്റ്റിൽ 52, ആദ്യം എത്രയാണ്? 47. ഇനി ഏതൊക്കെയാണ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്? ചില വിഷയങ്ങൾ ഏതൊക്കെയാ? പ്രതിരോധം, വിദേശകാര്യം, റെയിൽവേ, ബാങ്കിങ്, കറൻസി ഒക്കെ യൂണിയൻ ലിസ്റ്റാണ് ഉൾപ്പെടുന്നത്. ഏതൊക്കെയാണ്? പ്രതിരോധം, വിദേശകാര്യം, റെയിൽവേ, ബാങ്കിങ്, കറൻസി. സ്റ്റേറ്റ് ലിസ്റ്റിലോ ക്രമസമാധാനം അഥവാ പോലീസ്, പൊതുജനാരോഗ്യം, കൃഷി, ജയിൽ, ഇതൊക്കെ ഏതിലാണ് ഉൾപ്പെടുന്നത്? സ്റ്റേറ്റ് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാ? വിദ്യാഭ്യാസം, വനം, വിവാഹം, വിവാഹമോചനം, വില നിയന്ത്രണം ഒക്കെ കൺകറന്റ് ലിസ്റ്റ് അഥവാ സമവർത്തി ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. ഇനി എന്താണ് റെസിഡ്വറി പവേഴ്സ് അഥവാ അവശിഷ്ട അധികാരങ്ങൾ? റെസിഡ്വറി പവേഴ്സ് അഥവാ അവശിഷ്ട അധികാരങ്ങൾ. ഈ 3 ലിസ്റ്റിലും പെടാത്ത പുതിയ വിഷയങ്ങൾ, ഉദാഹരണം പറഞ്ഞാൽ സൈബർ നിയമങ്ങൾ, സൈബർ ലോ, IT, ഇതൊക്കെ ഏതിലാണ് ഉൾപ്പെടുന്നത്? അവശിഷ്ട അധികാരത്തിലാണ് ഉൾപ്പെടുന്നത്. ഇതിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരം ആർക്കാണ്? കേന്ദ്ര സർക്കാരിനാണ്, കേന്ദ്രത്തിനാണ്. ഇത് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏത്? അവശിഷ്ട അധികാരങ്ങളെ കുറിച്ച് 248 ആണ്. 248. ഇനി കൺകറന്റ് ലിസ്റ്റ് എന്ന ആശയം എവിടെ നിന്നും കടമെടുത്തു? ഓസ്ട്രേലിയയിൽ നിന്നും കടമെടുത്തു. കൺകറന്റ് ലിസ്റ്റ് ഓസ്ട്രേലിയ. ബാക്കി രണ്ടും എവിടെ നിന്നാണ്? കാനഡ. അപ്പൊ ഓസ്ട്രേലിയയിൽ നിന്നാണ് കൺകറന്റ് ലിസ്റ്റ് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത്. ഇനി ഈ കൺകറന്റ് ലിസ്റ്റില് 5 പ്രധാന വിഷയങ്ങൾ ഉൾപ്പെടുത്തിയില്ലേ? അത് ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്? 42ാം ഭരണഘടനാ ഭേദഗതി 1976 പ്രകാരം സംസ്ഥാന ലിസ്റ്റിൽ ഉണ്ടായിരുന്ന 5 കൂടി ഏതിനെടുത്തു കൊടുത്തു? കൺകറന്റ് ലിസ്റ്റിൽ എടുത്തു കൊടുത്തു. ഏതൊക്കെയാണ് 5? വിദ്യാഭ്യാസമുണ്ട്, വനമുണ്ട്, പിന്നെ അളവുകളും തൂക്കങ്ങളും, വന്യമൃഗ സംരക്ഷണം, നീതിന്യായ ഭരണം. ഈ 5 കൺകറന്റ് ലിസ്റ്റിലേക്ക് സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് എടുത്ത് കൊടുത്തത്. അങ്ങനെയാണ് ഇവിടെ 52, 47 എന്നുള്ളത് എന്തായത്? 52 ആയത്. ഇവിടെ 66 എന്നുള്ളത് കുറഞ്ഞ് 61ലേക്കും വന്നു. ഓക്കെ, വിദ്യാഭ്യാസം, വനം, അളവുകളും തൂക്കങ്ങളും, വന്യമൃഗ സംരക്ഷണം, നീതിന്യായ ഭരണം. ഓക്കെ, ഇനി ഇവിടെ 4ാം പട്ടികയെ കുറിച്ച് പറയുന്നുണ്ട്. 4ാം പട്ടിക എന്താണ്? ഓപ്ഷൻ എ 4ാം പട്ടിക. രാജ്യസഭയിലെ സംസ്ഥാനങ്ങളുടെയും കേന്ദ്ര ഭരണ പ്രദേശങ്ങളുടെയും സീറ്റ് വിഭജനം. അപ്പൊ ഒരു സീറ്റിൽ 4 പേർക്ക് ഇരിക്കാം എന്ന് ഓർക്കുക. അപ്പൊ സീറ്റാണ് 4ാം പട്ടിക. ഒരു സീറ്റ് 4 പേര്. അപ്പൊ സീറ്റ് 4 എന്ന് ഓർത്താൽ മതി. രാജ്യസഭയിലെ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും സീറ്റ് വിഭജനം. 5ാം പട്ടികയില് 5 എന്ന് പറയുന്നത് നമ്മളിങ്ങനെ എഴുതുന്നത് S പോലെ. അപ്പൊ അത് SC ST എന്ന് ഓർത്താൽ മതി. പട്ടികവർഗ, ഷെഡ്യൂൾഡ് ഏരിയ ആൻഡ് ട്രൈബ് പ്രദേശങ്ങളുടെ ഭരണം, നിയന്ത്രണം. 6ാം പട്ടിക എന്താണ്? അസം, മേഘാലയ, ത്രിപുര, മിസോറാം എന്നീ സംസ്ഥാനങ്ങളിലെ ഗോത്രവർഗ പ്രദേശങ്ങളുടെ ഭരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന പട്ടികയാണ് 6ാം പട്ടിക. അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? കേരള നിയമസഭയുടെ സ്പീക്കർ ആരാണ് ഇപ്പോ? തിരുവഞ്ചൂരാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഡെപ്യൂട്ടി സ്പീക്കർ ആരാ?
ഷാനിമോൾ ഉസ്മാൻ. അപ്പൊ 16ാം കേരള നിയമസഭയുടെ പുതിയ സ്പീക്കറായിട്ട് മുതിർന്ന കോൺഗ്രസ് നേതാവായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇദ്ദേഹത്തിന്റെ മണ്ഡലം കോട്ടയം മണ്ഡലമാണ്. ഇദ്ദേഹത്തിന് 140 അംഗസഭയിൽ 101 വോട്ടുകൾ നേടിയാണ് ഇദ്ദേഹം സ്പീക്കർ ആയത്. ഇദ്ദേഹത്തിന്റെ എതിർ സ്ഥാനാർത്ഥി ആരായിരുന്നു? സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ എതിർ സ്ഥാനാർത്ഥി LDF നിർത്തിയത് AC മൊയ്തീനെയാണ്. AC മൊയ്തീന് 35 വോട്ട് കിട്ടി. NDAയുടെ സ്ഥാനാർത്ഥി, NDA മത്സരിച്ചു. NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് BB ഗോപകുമാർ ആണ് നിന്നത്. BB ഗോപകുമാർ, അദ്ദേഹത്തിന് 3 വോട്ട് കിട്ടി. അതായത് 3 MLA-മാരല്ലേ BJPയുടെ ഉണ്ടായിരുന്നു. അപ്പൊ ആ 3 വോട്ടും BB ഗോപകുമാറിന് കിട്ടി. LDFന്റെ 35 MLA-മാരുടെ 35 വോട്ട് AC മൊയ്തീന് കിട്ടി. 101 പേരുടെ വോട്ട് ആർക്ക് കിട്ടി? തിരുവഞ്ചൂരിനും കിട്ടി. ഓക്കെ, അപ്പോ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഏത് മുന്നണി? UDF, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അതായത് UDF, ഐക്യ ജനാധിപത്യ മുന്നണി. ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? ഷാനിമോൾ ഉസ്മാൻ. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഡെപ്യൂട്ടി സ്പീക്കർ ആകുന്ന എത്രാമത്തെ വനിത? 3ാമത്തെ വനിത കൂടിയാണ് ഷാനിമോൾ ഉസ്മാൻ. ഇനി സഭാ നേതാവ് അഥവാ മുഖ്യമന്ത്രി ആരാ? VD സതീശൻ. പ്രതിപക്ഷ നേതാവ് ആരാണ്? പിണറായി വിജയൻ. പ്രോട്ടം സ്പീക്കർ ആരായിരുന്നു? G സുധാകരൻ. അതായത് പുതിയ MLA-മാർക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തത് ആരാണ്? പ്രോട്ടം സ്പീക്കർ ആണ്. G സുധാകരൻ ആയിരുന്നു പ്രോട്ടം സ്പീക്കർ. ഓക്കെ, ഇനി തിരുവഞ്ചൂരിനെ കുറിച്ച് പറഞ്ഞ പഴയ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഇദ്ദേഹം ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇനി നിയമസഭാ സ്പീക്കറെ കുറിച്ച് പറഞ്ഞ ആദ്യത്തെ സ്പീക്കർ ആരാണ്? R ശങ്കരനാരായണൻ തമ്പിയാണ് കേരള നിയമസഭയുടെ ആദ്യത്തെ സ്പീക്കർ. 1957 R ശങ്കരനാരായണൻ തമ്പി. ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? ആദ്യത്തെ വനിതയും ഇവരായിരുന്നു, KO ഐഷാഭായ്. ഏറ്റവും കൂടുതൽ കാലം സ്പീക്കർ ആയിരുന്നത് M വിജയകുമാർ. ഏറ്റവും കുറച്ചു കാലം സ്പീക്കർ ആയിരുന്നത് CH മുഹമ്മദ് കോയ. ഇനി തിരുവഞ്ചൂരിന് മുൻപ് 15ാം കേരള നിയമസഭയുടെ സ്പീക്കർ ആരായിരുന്നു? AN ഷംസീർ. ഓക്കെ, അപ്പോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഓരോ ചോദ്യത്തിന്റെയും മാക്സിമം ഫാക്ട്സ് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.